കപട മതേതരത്വത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളെ പരസ്പരം തമ്മിലടിപ്പിച്ച്, ആട്ടുകളെ തമ്മിലടിപ്പിച്ച്, മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോരയൂറ്റി കുടിക്കുന്ന ചെന്നായെ പോലെ ഈ സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ശരി, അവരെ ചെറുത്തു തോൽപ്പിക്കേണ്ട, അവരുടെ ആശയങ്ങളെ എതിർക്കേണ്ട ബാധ്യത സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗവുമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വലിയ പത്രമുണ്ട് എന്ന് കരുതിയോ, വലിയ ചാനലുകളുണ്ട് എന്ന് കരുതിയോ ഞെളിയാൻ നിൽക്കരുത് എന്നാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇല്ലാത്ത വാർത്തകൾ കെട്ടിപ്പടച്ചുണ്ടാക്കുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നതിൽ ഞങ്ങളുടെ വേദന ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി നിങ്ങൾ കപട മതേതരവാദികളാവാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളൂ. നിങ്ങളുടെ പൊയ്മുഖം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പിച്ചിച്ചീന്താൻ പോവുകയാണ്. നിങ്ങളുടേത് പൊയ്മുഖമാണ്, കപടമുഖമാണ്, കള്ളം പറയുന്ന പത്രമാണ് നിങ്ങളുടെ പത്രമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർക്ക് താക്കീത് നൽകിയെന്ന് നിങ്ങൾക്കാരാ വാർത്ത നൽകിയത്? ഞങ്ങൾക്കാർക്കും താക്കീത് കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ SKSSFന്റെ സംസ്ഥാന നേതാക്കൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർ താക്കീത് നൽകുകയാണെങ്കിൽ ഞങ്ങളത് സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ആരാണ് നിങ്ങൾക്കത് വാർത്ത നൽകിയത്? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ജീബൽസിനെ പോലും വെല്ലുന്ന ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ ഞങ്ങളാരും തയ്യാറാവുകയില്ല. ബുദ്ധിയുള്ളവരാരും നിങ്ങളുടെ പത്രങ്ങളിൽ വരുന്ന കുപ്രചരണങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുകയില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സുഹൃതങ്ങളുടെ സമുദ്ധരണം ഞങ്ങൾ